ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഹാർട്ട് കില്ലേഴ്സ് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. എൻ്റെ അടുത്ത് എല്ലാവരും തന്നെ എപ്പിസോഡ് എന്താ ഇടാത്തേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ പറയുവാണ്, ഈ സീരീസ് ഒരു ഓൺ ഗോയിങ് സീരീസാണ്. സോ വെനസ്ഡേസിൽ മാത്രമാണ് ഈ എപ്പിസോഡ് റിലീസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വെനസ്ഡേ തന്നെ ആ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. വീക്കിൽ ഒരു എപ്പിസോഡ് മാത്രം ഇറങ്ങുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എപ്പിസോഡ് മാത്രം ഇടാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബൈസൺ അവൻ ഏത് രീതിയിലാണ് ഇൻറ്റിമേറ്റ് ആവാൻ ആഗ്രഹം, അതേ രീതിയിൽ നമ്മുടെ കാണ്ടിനെ കെട്ടിയൊക്കെ വെച്ചിട്ട് ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ടൈമിൽ നമ്മുടെ കാണ്ട് നേരത്തെ ആ ഡ്രിങ്ക്സിൽ ഒഴിച്ചു കൊടുത്ത ഗുളികയെല്ലാം ഇപ്പോഴായിരുന്നു വർക്കായത്. അങ്ങനെ ബൈസൻ്റെ ബോധം പോയിട്ട് അവനങ്ങ് വീഴുവാണ് അവിടെ. അങ്ങനെ നമ്മുടെ കാണ്ട് കെട്ട കാഴ്ച എഴുന്നേറ്റ് നോക്കിയിട്ട് നമ്മുടെ ബൈസൺ എഴുന്നേൽക്കുന്നുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ ബൈസൺ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ബൈസൻ്റെ ബോധം പോയെന്ന് മനസ്സിലായിട്ട് നമ്മുടെ കാണ്ട് എഴുന്നേറ്റ് ബൈസൻ്റെ റൂമിലെ ഡ്രോയർ, ഫോട്ടോസ് എല്ലാം ഇങ്ങനെ തപ്പിയിട്ട് എല്ലാം അവൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആരെയിലൊക്കെ ഉണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് അവൻ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു റൂമിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുന്നുണ്ട്. കണ്ടിട്ട് അത് നമ്മുടെ ഫഡേലിൻ്റെ റൂമാണെന്ന് തോന്നുന്നത്. അങ്ങനെ അത് എന്നിട്ട് അവൻ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അത് ലോക്ക്ഡ് ആയിരുന്നു. അതേ ടൈമിൽ ഇവൻ്റെ പുറകിൽ ഫഡേൽ ഒരു തോക്കും കൊണ്ട് വന്ന് നിന്നിട്ട് നീ എങ്ങനെ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം കാണ്ടാണെങ്കിൽ ഒന്ന് കാം ഡൗൺ ആവ്, നിൻ്റെ ബ്രദർ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അവനിങ്ങനെ വീട്ടിൽ കൊണ്ടാക്കാൻ വന്നത്. ഇപ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോകണം തോന്നിയുണ്ട് ഞാൻ വാഷ്റൂം അന്വേഷിച്ചിറങ്ങിയത്. അവിടെ മേളിൽ ഫുൾ ഇരുട്ടാണ്. അതുകൊണ്ട് എനിക്ക് എവിടെയെന്ന് അറിയത്തില്ല ഈ റൂമിൻ്റെ അകത്ത് വാഷ്റൂം ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം അത് ഫഡേലിൻ്റെ റൂം തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഫഡേൽ ജസ്റ്റ് ഒന്ന് ഷോക്കായിട്ട് അവിടെ ബാത്റൂമില്ല, നീ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കാണ്ടാണെങ്കിൽ പക്ഷേ എനിക്ക് വാഷ്റൂമിൽ പോയേ പറ്റുള്ളൂ, എവിടെയെങ്കിലും വാഷ്റൂം ഉണ്ടെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ആ റൂമിൽ കയറാനായിട്ട് അവൻ സകല അടവ് എടുക്കുന്നുണ്ട്. ഇതേ ടൈമിന് നമ്മുടെ ഫഡേലാണെങ്കിൽ നമ്മുടെ കാണ്ടിൻ്റെ അടുത്ത് ഇതിൻ്റെ പോക്കറ്റൊക്കെ കാണിക്കും, മൊത്തം ചെക്ക് ചെയ്യണം, അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയണമെന്ന് പറയാണ്. ആ സമയം കാണ്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഫഡേലാണ് നിർബന്ധിച്ചുകൊണ്ട് തന്നെ അവൻ പോക്കറ്റിൽ നിന്ന് അവൻ്റെ കാറിൻ്റെ കീ എടുത്തിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫഡേലൊന്ന് തോക്ക് നമ്മുടെ കാണ്ടിന് നേരെ ചൂണ്ടിയിട്ട് അവൻ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കാണ്ടിൻ്റെ സിഗരറ്റിൻ്റെ പാക്കറ്റും കൂടെ കിട്ടുന്നുണ്ട്. അങ്ങനെ അത് നമ്മുടെ കാണ്ട് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ സിഗരറ്റാണ്, വേറൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഫഡേലിങ്ങനെ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതേ ടൈമിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് നമ്മുടെ ബൈസൺ ഇറങ്ങി വരാണ്. ബൈസൺ വലിയ ബോധമൊന്നുമില്ല, അവനങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ട് അവൻ വൊമിറ്റ് ചെയ്തിട്ട് അവിടെ താഴെ ഇരിക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാണ്ട് അടുത്തോട്ട് വന്നിട്ട് നീ ഓക്കെ ആണോ, നിനക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ടവലൊക്കെ നോക്കി പോയായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഉടനെ ഇത് കേട്ടിട്ട് ഫഡേൽ നിനക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞല്ലേ വന്നത്, പിന്നെ നീ ഇങ്ങനെ ടവൽ അവന് വേണ്ടി നോക്കുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ 2 കാര്യത്തിനും വേണ്ടി വന്നതാണ്. നിൻ്റെ ബ്രദറോട് വൊമിറ്റ് ചെയ്തോട്ടിരിക്കുമ്പോൾ നീ എൻ്റെ തലയിൽ കയറി നിരങ്ങാനാണോ നിൽക്കുന്നത്, നിനക്ക് നിൻ്റെ അനിയനും നോക്കിക്കൂടെ എന്ന് പറയാണ്. ആ സമയം ഫഡേൽ അവനെ ഞാൻ നോക്കിക്കോളാം, നീ ഇവിടുന്ന് പോകാൻ നോക്കും, മേലായി നീ വീട്ടിൽ കയറി പോരുത്, ഇനി കയറി കഴിഞ്ഞാൽ ബൈസൺ വന്നാൽ പോലും നിന്നെ എൻ്റെ കയ്യിൽ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാണ്ടിനെ പറഞ്ഞു വിടാൻ നോക്കുകയാണ്. കാണ്ടിനാണെങ്കിൽ പേടിയുണ്ട് ഇവൻ്റെ കയറി തോക്ക് കണ്ടിട്ട്. അങ്ങനെ കാണ്ട് നമ്മുടെ ബൈസൻ്റെ അടുത്ത് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാണ്ട് പുറത്തിറങ്ങി ഉണ്ടേന്നിട്ട് ഇപ്പം തീർന്നേനെ ഈശ്വരാന്ന് പറഞ്ഞിട്ട് അവനൊരു സിഗരറ്റ് പാക്കറ്റ് കൈ എടുക്കുകയാണ്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാണ്. അതിൻ്റെ അകത്ത് ആക്ച്വലി അവനാണെങ്കിൽ ഒരു കുഞ്ഞ് കത്തിയാണെന്ന് തോന്നുന്നു സിഗരറ്റിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവൻ ചെക്ക് ചെയ്തിട്ട് ആ ഒരു വീടിൻ്റെ 2-3 ഫോട്ടോ എടുത്തിട്ട് അവൻ്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോവുക. അതിനുശേഷം ബൈസനെ ഫഡേലിനെ കാണിക്കുമ്പോൾ ഇവർ രണ്ടും വീടിൻ്റെ അകത്തുള്ള ഏതോ റൂമിലേക്ക് വരാണ്. ആ സമയം ഫഡേൽ ഇനി മേലെ കാണിട്ട് ഞാൻ വീട്ടിൽ കയറത്തില്ല, അവനെ കണ്ടിട്ട് കളറാണെന്ന് തോന്നുന്നു, ഞാനായിട്ട് ഈ വീട്ടിൽ സമയത്തിന് വന്നില്ലായിരുന്നെങ്കിൽ അവൻ ആ റൂമിൻ്റെ അകത്ത് കയറി പോകത്തില്ലായിരുന്നു എന്ന് പറയാണ്. ആ സമയം നമ്മുടെ ബൈസൺ അവൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഒരു റൂമിൻ്റെ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി അതായത് ഒരു സീക്രട്ട് റൂമാണ്. ആ റൂമിൻ്റെ അകത്താണ് നമ്മുടെ കാണ്ട് കയറാനായിട്ട് പോയത്. അപ്പോൾ ആ ഒരു റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇവരെ സീക്രട്ട് സംഭവം എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ആ റൂമിൻ്റെ അകത്ത് തന്നെ ഒരു ക്യാമറയും വെച്ചിട്ടുണ്ട്, ആരെങ്കിലും കയറുമെന്ന് അറിയാൻ. അങ്ങനെ ആ ഒരു ക്യാമറ എടുത്താണ് ഇപ്പോൾ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത് കാണ്ടായിട്ട് അത് കയറിയിട്ടില്ല, നീ എന്തിനാ വെറുതെ സംശയിക്കാൻ പോകുന്നതെന്ന്. ആ സമയം ഫഡേലാണെങ്കിൽ അവൻ കയറിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, നിനക്ക് അവനെക്കുറിച്ച് എന്തൊക്കെ അറിയാം, അവനൊരു ടാറ്റു ആർട്ടിസ്റ്റാണ്, അതാണ് ഇതാണ്, അവന് ബ്രദറുണ്ട്, നിനക്ക് അത്രയല്ലേ അറിയാവൂ. എന്നാൽ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് ഒക്കെ ഞാൻ നടത്തി, അവനൊരു കള്ളനായിരുന്നു, ഒരുപാട് കാറൊക്കെ മോഷ്ടിച്ച് വിറ്റിട്ടുണ്ട്, എന്നാൽ ഒരിക്കൽ പോലും പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ, അവൻ മിക്കവാറും പോലീസുമായിട്ട് ജോയിൻ ആയിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും പദ്ധതിയായിട്ടായിരിക്കും അവൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ബൈസനും ഒരു സെക്കൻഡ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഫഡേലാണെങ്കിൽ പിന്നെ നീ വൊമിറ്റ് ചെയ്തല്ലോ, കണ്ടിട്ട് നമ്മളാണെങ്കിൽ മറ്റേ ആ ഒരു സെക്രട്ടറി ആയിട്ടുള്ള ലേഡിക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് ഒരു പൊടി നീ ചേർത്ത് കൊടുത്തില്ലേ, അതേപോലെയാണ് നീയും വൊമിറ്റ് ചെയ്തത്, അവൻ മിക്കവാറും അതുപോലെ എന്തെങ്കിലും ഡ്രഗ് ചേർത്തിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ബൈസനാണെങ്കിൽ അവനങ്ങനെ ചേർക്കത്തില്ല, കാരണം ആ ഡ്രഗ് എനിക്ക് നന്നായിട്ട് അറിയാം, അതെൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അതൊന്നും അല്ലാന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ ഒരു കാര്യം പറയട്ടെ, ഒരാൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുറ്റുമുള്ള സംഭവങ്ങളെല്ലാം മറക്കും, കേരള സൗം നീ ഇപ്പോൾ ഉള്ളതുപോലെ, അതുകൊണ്ടാണ് ആരെയും വിശ്വസിക്കില്ലേ സ്നേഹിക്കില്ലേ ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫഡേൽ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത്
കാണിക്കുന്നത് സ്റ്റൈലിനെയാണ്. സ്റ്റൈൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അവൻ്റെ ഉറക്കത്തിൽ വരുന്ന സ്വപ്നമല്ല അവന് ഫടയിൽ ഇൻറ്റിമേറ്റ് ആയൊരു സംഭവമാണ്. അങ്ങനെ ആ ഒരു സ്വപ്നം കൊണ്ടാണ് ഇവൻ ഉറക്കം എഴുന്നേൽക്കുന്നത്. അതിനുശേഷം ഇവനാണെങ്കിൽ നേരെ ഗ്യാരേജിലോട്ട് ചെല്ലുമ്പോൾ ഇവൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ അച്ഛൻ, നീ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജോഗ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടല്ലോ, ഇന്ന് പോകുന്നില്ലേ? നീ സത്യം പറ, നീ ഏതോ പെങ്കൊച്ചിനെ വളയ്ക്കാനല്ലേ പോകുന്നതെന്ന് വെച്ചപ്പോൾ, പെങ്കൊച്ചിനെ വളയ്ക്കാനൊന്നും അല്ല അച്ഛൻ, ഞാൻ ആങ്കൊച്ചിനെ വളയ്ക്കാനാണ് പോകുന്നതെന്ന് പറയാണ്. ആ സമയം അവൻ്റെ അച്ഛൻ, ഓ ചെയ്യാം പറയുമ്പോൾ നിനക്ക് ആമ്പിളേരെ ഇഷ്ടമാണല്ലോ, അക്കാര്യം ഞാൻ മറന്നേ, അല്ല അവന് നിന്നെ ഇഷ്ടമാണോ അതോ നീ ഒരു ശല്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ, എങ്ങനെ ശല്യം, അവനെ ഇത്ര ഹാൻസം ആയിട്ടുള്ള എൻ്റെ മുഖം കണ്ടിട്ട് അവനെന്നെ ശല്യമായിട്ട് തോന്നും, അവൻ എന്നെ മിസ് ചെയ്യാതിരിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫടേലിനെയാണ്. ഫടേൽ എപ്പോഴും ജോഗിങ് ചെയ്യാൻ വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവനങ്ങനെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ അവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ സ്റ്റൈലിനെ കാണാത്തതുകൊണ്ട് തന്നെ ചുറ്റിലും ഇങ്ങനെ നോക്കുന്നുണ്ട്. എക്സസൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മുടെ സ്റ്റൈലിനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കി പോകുന്ന സമയത്ത് അവിടെ കൂടെ നടന്നു വേറെ പയ്യനൊക്കെ തട്ടുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം മാർക്കറ്റിൽ പോകുമ്പോൾ എപ്പോഴും സ്റ്റൈൽ അവന് വേണ്ടിയിട്ട് ആ കടയിൽ നിൽക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ പോയപ്പോൾ അവൻ ആ കടയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കടയിലെ ലേഡിയുടെ അടുത്ത്, അല്ല ഇവിടെ നിൽക്കുന്ന ആ പയ്യൻ എവിടെയെന്ന് വെച്ചപ്പോൾ, ആ പയ്യൻ ഇവിടുത്തെ ജോലി നിർത്തി, നല്ലൊരു പയ്യനായിരുന്നു, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. അതിനുശേഷം നമ്മുടെ ഫടയിലാണെങ്കിൽ അവൻ്റെ ആ ഒരു കടയിലേക്ക് വരാണ്. കട ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. അവനാണെങ്കിൽ അവിടെ നിന്ന് കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ബൈസൺ ഇവനെ കോൾ ചെയ്യാണ്. ബൈസൺ കോൾ ചെയ്തിട്ട് ഞാൻ കടയിലേക്ക് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ, നീ പതുക്കെ വന്നാൽ മതി, പക്ഷേ വരുന്നതിന് മുമ്പേ തന്നെ കാർഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ടിയാണ്. ഇതേ സമയം നമ്മുടെ ബൈസൺ കാർഡിൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു കത്തിയൊക്കെ ഉണ്ട്. മിക്കവാറും കാർഡിൻ്റെ കാര്യത്തിൽ നിന്ന് തീരുമാനമാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അകത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കാർഡ് കുറച്ച് ടാറ്റു ചെയ്യാനുള്ള ഡ്രോയിങ്സ് പോലത്തെ സംഭവമൊക്കെ റെഡിയാക്കി വെച്ചേക്കായിരുന്നു. അതിനവിടെ ചെന്നിട്ട് നമ്മുടെ ബൈസനെ കണ്ടപ്പോൾ, നീ ഇപ്പോൾ എങ്ങനെയുണ്ട്, ഓക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ, ഓക്കെ കുഴപ്പമില്ല, അന്നെങ്കിൽ ഒരുപാട് വൊമിറ്റ് ചെയ്തു, ഇപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ, ആ ടാറ്റു ചെയ്യാനുള്ള ഡ്രോയിങ്സ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട് കാണ്ടാണെങ്കിൽ, ഇത് ടാറ്റു ചെയ്യാൻ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സാധനമാണെന്ന് പറയാണ്. ആ സമയം ബൈസനാണെങ്കിൽ, നീ ടാറ്റു ചെയ്യാൻ പഠിപ്പിക്കുമെന്ന് വെച്ചപ്പോൾ, ഞാൻ പഠിപ്പിക്കാറുണ്ടെന്ന് പറയാണ്. ആ സമയം ബൈസൻ, എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കാണ്ടാണെങ്കിൽ, ഓക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, ഞാൻ പോയിട്ട് ടാറ്റു ചെയ്യാനുള്ള ടൂൾസൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനത് എടുക്കാനായിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഇതേ ടൈമിന് പിന്നെ ഫടയിലിനെ കാണിക്കുമ്പോൾ ഫടയിലോടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിന് കടയ്ക്കകത്തോട്ട് ആരോ കയറി വരാണ്. കടയ്ക്കകത്തല്ല, കിച്ചണിൻ്റെ അകത്തേക്ക്. ആ ടൈമിന് പെട്ടെന്ന് ഇത് ബൈസനാണെന്ന് എഴുതിയിട്ട്, നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം സ്റ്റൈലായിരുന്നു. സ്റ്റൈലാണെങ്കിൽ, ഞാൻ തിരിച്ച് വന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം കട ഓപ്പൺ ആയില്ല, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഫടയിൽ വെച്ചപ്പോൾ, അത് പിന്നെ ആ ഒരു കടയിലുള്ള ആൻറ്റീൻ്റെ അടുത്ത് ഞാൻ എവിടെ പോയി എന്നൊക്കെ നീ ചോദിക്കുന്നത് അറിഞ്ഞു, അപ്പോൾ നീ എന്നെ മിസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് നിന്നെ കാണാനായിട്ട് ഞാൻ വന്നതാന്ന് പറയാണ്. ആ സമയം പിന്നെ മിസ് നിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതിരിക്കുമെന്ന് പറയാണ്. ഇതേ ടൈമിന് നമ്മുടെ സ്റ്റൈലാണെങ്കിൽ, അന്ന് രാത്രി നമ്മൾ തമ്മിൽ നടന്നതെന്ന് ഞാൻ മറന്നിട്ടില്ല, പക്ഷേ ഞാൻ ഒന്നേ പറയാനുള്ളൂ, നീ എത്ര ഭീകരനായിരുന്നാലും എനിക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ, അല്ല നിന്നെ വളയ്ക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നീ ഒന്നും ചെയ്യേണ്ടത് ഇറങ്ങിപ്പോയി തന്നാൽ മതി എന്ന് ഫടയിൽ തിരിച്ച് പറയാണ്. എന്നാൽ സ്റ്റൈലല്ലേ ആൾ, അവൻ നേരെ നമ്മുടെ ഫടയിലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്, എനിക്കറിയാം നിനക്ക് എന്നെ കാണുമ്പോൾ എന്തൊക്കെയോ ഫീലിങ്സ് വരുന്നുണ്ടെന്ന്, നീ വെറുതെ കഷ്ടപ്പെട്ടത് ഉള്ളിൽ വയ്ക്കാൻ ശ്രമിക്കുകയൊന്നും വേണ്ട, പുറത്ത് കാണിച്ചേക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫടയിലിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെ അവൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയം നമ്മുടെ ഫടയിലിൻ്റെ കൺട്രോൾ പോകുന്നതിനും പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് നമ്മുടെ ഫടയിൽ സ്റ്റൈലിൽ ഇങ്ങനെ പിടിച്ച് നിർത്തുന്ന സമയത്ത് സ്റ്റൈൽ, നമ്മൾ കിച്ചണിൽ വെച്ച് ചെയ്യാൻ പോവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൈൽ തന്നെ കയറി കഴിഞ്ഞാൽ കിച്ചണിലെ കൗണ്ടറിലും കിടക്കുവാണ്. ആ സമയം ഫടയിൽ അവിടെ ഇരുന്നൊരു കത്രിക എടുത്തിട്ട് സ്റ്റൈലിൻ്റെ ടീഷർട്ടിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് കീറുവാണ്. എന്നിട്ട് ഫടയിലാണെങ്കിൽ കൈ കൊണ്ട് തന്നെ ആ ടീഷർട്ട് മൊത്തത്തിൽ കീറി കളഞ്ഞിട്ട് കിസ് ചെയ്യുന്ന പോലെയൊക്കെ സ്റ്റൈലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ കിസ് ചെയ്യാനല്ല പോയത്, നമ്മുടെ സ്റ്റൈലിൻ്റെ അടുത്ത് നിന്നിട്ട്, നിനക്ക് എന്താണ് വേണ്ടത്, അത് ഞാൻ ഒരിക്കലും തരത്തില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകണമെന്ന് പറയുന്നുണ്ട്. എന്ന് സ്റ്റൈലിലപ്പോൾ നല്ല ദേഷ്യം വന്നിട്ട്, പറ്റിക്കാൻ നോക്കുകയാണോ നീ എന്ന് പറഞ്ഞിട്ട് അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം ബൈസനെ കാണിക്കുമ്പോൾ ഈ ടൈമിൽ കാണ്ട് നമ്മുടെ ബൈസനെ എങ്ങനെയാണ് ടാറ്റു ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ടൈമിന് നമ്മുടെ ബൈസനാണെങ്കിൽ, അന്ന് ഞാനാണെങ്കിൽ ഡ്രിങ്ക് ചെയ്തപ്പോൾ എന്തുകൊണ്ടോ എൻ്റെ ബോധം പോയി, സാധാരണ ഞാനിങ്ങനെ ഡ്രിങ്ക് ചെയ്യുമ്പോൾ അങ്ങനെ വീക്കാവാറില്ല, നീ എനിക്ക് ഡ്രിങ്കിൽ എന്തെങ്കിലും കലക്കി തന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കാണ്ട്, ഇല്ല, എൻ്റെ ഫ്രണ്ട് ഡ്രിങ്ക്സ് എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് റെഡിയാക്കുന്നത്, മേ ബി അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ബൈസൻ നല്ല ഡൗട്ടുള്ളതുകൊണ്ട് തന്നെ, അത് മാത്രമല്ലല്ലോ നീ നിൻ്റെ ലൈഫിനെ പറ്റി എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വെച്ചപ്പോൾ നമ്മുടെ കാണ്ടാണെങ്കിൽ, ഞാനെന്താ പറയാനാണ്, ഞാൻ ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ്, അനിയൻ്റെ അവിടെ താമസിക്കുന്നത്, മറ്റെന്താണെന്ന് വെച്ചപ്പോൾ, നീ കാറ് മോഷ്ടിച്ചുകൊണ്ടിരുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കാണ്ടിന് ചെറിയ ചെറിയ പേടിയും ഡൗട്ടൊക്കെ വരുന്നുണ്ട്. എന്നാലും പുറത്ത് കാണിക്കാതെ, അതൊക്കെ പാസ്റ്റിലെ സംഭവങ്ങളാണ്, അതൊന്നും പറയണത് എനിക്ക് തോന്നിയില്ല, കാരണം എൻ്റെ അനിയന് നല്ലൊരു ലൈഫ് കൊടുക്കാനായിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറയുന്നുണ്ട്. ആ സമയം പൈസ, അതെന്താ നീ എന്നോട് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കാണ്ടിന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് നമ്മുടെ കാണ്ടിൻ്റെ അനിയൻ വരുന്ന ടൈമിന് നമ്മുടെ കാണ്ടിന് ടാറ്റു ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഇങ്ക് അതും മാഞ്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അനിയൻ അത് കൊടുക്കുന്ന ടൈമിന് നമ്മുടെ പൈസ നോക്കിയപ്പോൾ നമ്മുടെ കാണ്ടിൻ്റെ അനിയൻ്റെ കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ മുറിവുകളും അടിയിട്ടിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതായിട്ട് നമ്മുടെ കാണ്ട ശ്രദ്ധിച്ചില്ല. അവൻ്റെ അനിയൻ്റെ അടുത്ത്, അല്ല നീ ഇത് നേരത്തെ എന്താ സ്കൂളിൽ നിന്ന് വന്നേന്ന് ചോദിച്ചപ്പോൾ, അതിന് എനിക്കൊരു തലവേദന ഉണ്ട്, അതുകൊണ്ടൊക്കെ നേരത്തെ വന്നേന്ന് പറയാണ്. ആ സമയം കാണണമെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യും, നീ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക, നിനക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോകണമെന്ന് വെച്ചപ്പോൾ, വേണ്ട ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഓക്കെ ആവുമെന്ന് പറയാണ്. ആ സമയം കണ്ട്, ഓക്കെ എങ്കിൽ പിന്നെ നിനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ വാങ്ങിച്ച് കൊണ്ട് തന്നേക്കാം, നീ പോയി റെസ്റ്റ് എടുക്കാനായിട്ട് പറയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് അവൻ്റെ അനിയൻ പോയി കഴിഞ്ഞതും ബൈസനാണെങ്കിൽ, നീ നിൻ്റെ അനിയൻ്റെ ദേഹത്തുള്ള അടിയുടെ പാടുകളൊന്നും കണ്ടില്ലേ, അവൻ ഇപ്പോൾ സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ടാണ് വന്നതെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണും എനിക്കും എന്തൊക്കെയോ ഡൗട്ടുണ്ട്, കാരണം കുറച്ച് ദിവസമായിട്ട് അവൻ വീട്ടിൽ വന്ന ഉടനെ ഓട്ടോമാറ്റിക്കലി ഓൺ ദ സ്പോട്ട് അവൻ റൂമിൽ
റൂമിൽ കയറിയിരിക്കും, പുറത്തേക്ക് ഇറങ്ങത്തില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പോയി അവനോട് ചോദിച്ചിട്ട് വരാമെന്ന് പറയാണ്. എന്നാൽ ബൈസൺ കാണിന് തടഞ്ഞിട്ട് വേണ്ട, ചോദിക്കാൻ പോണ്ട, ചോദിച്ചാലും അവൻ പറയാൻ പോകുന്നില്ല, ഇത് നമുക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഫഡേലിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ കടയിൽ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഫുഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് അവിടെ ഇരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഒരു സീറ്റിൽ തന്നെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നു, നാണിക്കുന്നു, ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കണ്ടിട്ട് എന്താ സംഭവം എന്നറിയാം ഫഡേൽ നോക്കിയപ്പോൾ നേരത്തെ നമ്മുടെ ഫഡേലാണെങ്കിൽ സ്റ്റൈലിൻ്റെ ആ ടീഷർട്ട് കീറിയോണ്ട് തന്നെ അവനിപ്പോൾ ആ ടീഷർട്ട് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഷർട്ട് ഇടാതെ പാൻറ്റ് മാത്രം ഇട്ടിട്ട് അവിടെ ഉള്ളൊരു ടേബിളിൽ സ്റ്റൈൽ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ടുണ്ട് തന്നെ ഫഡേൽ അങ്ങോട്ട് ചെന്നിട്ട് നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നീ വീട്ടിൽ പോയില്ലേന്ന് ചോദിച്ചപ്പോൾ സ്റ്റൈലാണെങ്കിൽ എന്ത് പറ്റി, ഞാൻ പോയില്ലെങ്കിൽ നീ എന്നെ അടിക്കുമോ, എല്ലാവരും മുന്നേച്ച് നീ എന്നെ അടിക്കാൻ പോവാണോ, അതോ നമ്മളന്ന് ചെയ്തതല്ല വീണ്ടും ഇൻറ്റിമേറ്റ് ആവാൻ പോവാണോ, നീ ചെയ്യണമെങ്കിൽ ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പെമ്പിളരെല്ലാവരും എൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, നമ്മളന്ന് ചെയ്തത് ഇപ്പോൾ ഇവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരത് വീഡിയോ എടുക്കും, പിന്നെ വല്ല വെബ്സൈറ്റിലും വരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും വീഡിയോ വെബ്സൈറ്റിൽ ഇറക്കാമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു, നീ റെഡി ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ വെബ്സൈറ്റിൽ ഇറക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ഫഡേലാണെങ്കിൽ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ പോകാനാ, നീ എൻ്റെ ഷർട്ട് കീറി കളഞ്ഞില്ലേ, ഞാൻ എങ്ങനെ ഈ കുറത്ത് വീട്ടിൽ പോകുന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആ ഒരു ഡ്രസ്സുകളുടെ സംഭവമുണ്ടല്ലോ, അത് പടയിലിട്ടിരുന്നത് അഴിച്ച് നമ്മൾ സ്റ്റൈലിൻ്റെ കൊടുത്തിട്ട് ഇത് ഇട്ടുകൊണ്ട് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റൈൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവിടെ എടുത്ത് പെൺകുട്ടികളെടുത്ത് എല്ലാവർക്കും താല്പര്യമുണ്ട് ഈ ഫോട്ടോ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റൈലിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബൈസനെയും കാണ്ടിനെയാണ്. ഇവരിപ്പോൾ അവൻ്റെ അനിയൻ്റെ സ്കൂളിൽ വന്നേക്കാണ്. ചെന്നുണ്ടെങ്കിൽ തന്നെ അവൻ്റെ അനിയൻ ആരെ അടിച്ചതെന്ന് അറിയാനായിട്ട് നമ്മുടെ കാണ്ട് കയറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബൈസൺ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ, ഇവിടെ കുറേ പിള്ളേരില്ലേ, നീ ഇതിൻ്റെ അനിയൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് നോക്ക്, അവനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ എടുത്ത് നോക്കുവാണ്. നോക്കിയപ്പോൾ അവൻ്റെ അനിയനും മറ്റൊരു പയ്യനോട് ഒരുമിച്ച് ഫോട്ടോ ഇതിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലെല്ലാം ഏതൊക്കെയോ കുട്ടികൾ ഇവർ ഗേ ആണ്, മറ്റതാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടതും പിന്നെയും കാണുന്ന ദേഷ്യം ഇവന്മാരെ എങ്ങനെ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ കയറിപ്പോയി നിൽക്കുകയാണ്. എന്നാൽ ബൈസൺ ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ, സെക്യൂരിറ്റി ഗാർഡ്സ് നമ്മളെ ചവിട്ടി പുറത്താക്കും, അതുകൊണ്ട് ഒരു പ്ലാൻ വെച്ചിട്ട് വേണം പോകാനെന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് എന്ത് പ്ലാനെന്ന് വെച്ചപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാണ്ടിൻ്റെ അനിയൻ്റെ കൂടെ ആ ഒരു ഫോട്ടോയിലുണ്ടായിരുന്ന ആ ഒരു പയ്യൻ, ആ പയ്യനെ ആണെങ്കിൽ വേറെ 2-3 പയ്യന്മാർ ചേർന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ ടൈമിൽ നമ്മുടെ കാണ്ടും ബൈസണും അങ്ങോട്ടേക്ക് വരാണ്. ബൈസൺ പി ടി ടീച്ചറിൻ്റെ വേഷത്തിലും നമ്മുടെ കാണ്ടാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ വേഷത്തിലും വന്നിട്ടും ഈ ചെക്കനെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് അവനെ കളിയാക്കാൻ നീ ആരാടാ, നീയൊക്കെ കൂടുതൽ എൻ്റെ അനിയനെ കളിയാക്കിയിട്ട് ഞാൻ ബേബിയുടെ ചേട്ടനാ, നീയൊക്കെ അവനെ കളിയാക്കി എന്തിനാ, ആരാടാ നിൻ്റെ അടുത്ത് അവനെ കളിയാക്കാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം പയ്യന്മാർ ചേട്ടാ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കല്ലേ, നമ്മൾ ജസ്റ്റ് ഫണ്ണിന് ചെയ്തതാ, ടീച്ചറും പറഞ്ഞു ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെയാണ് ഫണ്ണാണ്, ടീച്ചറും പറഞ്ഞു അവന്മാർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കാണ്ട് ഏത് ടീച്ചറാണ് അത് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാണ്ടിൻ്റെ അനിയൻ്റെ കൂടെ ഫോട്ടോയിലുണ്ടായിരുന്ന ആ ഒരു പയ്യനാണെങ്കിൽ നമ്മുടെ കാണ്ടിന് ആ ഒരു ടീച്ചർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാണ്. ആ ടീച്ചറിൻ്റെ പേര് സോംബാറ്റെന്നാണ്. ആ ടീച്ചർ ഇപ്പോൾ ഏതൊരു പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണ്ടും ബൈസനും ആ ഒരു ടീച്ചറെ നിരീക്ഷിക്കുന്ന ടൈമിനാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ക്യാപ്റ്റൻ വരുന്നത്. ക്യാപ്റ്റൻ്റെ മകനെ എന്തോ കൊണ്ടുവിടാൻ വന്നതാണ്. ക്യാപ്റ്റനെ കണ്ടതും ഒരു സെക്കൻഡ് നമ്മുടെ കാണ്ടൊന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. ആ സമയം ബൈസൺ എന്താണ് കാര്യം എന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, അയാൾ നമ്മളെ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ട് പിന്നെയും ആ സാറിനെ നോക്കുകയാണ്. ആ സമയം ബൈസൺ ആ സാറ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചപ്പോഴത്തേക്ക് അത് പിന്നെ ഞാനും കാണ്ടിൻ്റെ അനിയനും എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന കണ്ടപ്പോൾ അയാൾ ഞങ്ങൾ ഗേ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അയാൾ ഈ സ്കൂളിൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു സാറായതുകൊണ്ട് തന്നെ ആരും ഒന്നും എതിർക്കാൻ പോയിട്ടുമില്ല. പിന്നെ ഏതെങ്കിലും കുട്ടികൾ മറ്റാരെങ്കിലും ബുള്ളി ചെയ്താലും ഇയാളാണെങ്കിൽ അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പോകത്തുമില്ല എന്ന് പറയാണ്. ആ ടൈമിന് ബൈസൺ ഇങ്ങനെയൊക്കെ ആരാ ടീച്ചറാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം കാണ്ടാ പയ്യൻ്റെ അടുത്ത് നീ പൊക്കോ, ഇങ്ങനെ ആരെയും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ആരും കാണാതെ നമ്മുടെ കാണ്ടാണെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ കാറ് കീ ഇല്ലെങ്കിലും അവൻ്റേതായ ട്രിക്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നതാണ്. അങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് നമ്മുടെ ബൈസനാണെങ്കിൽ നീ മുമ്പ് കാർ മോഷ്ടിച്ചുകൊണ്ടെന്ന കാര്യം എൻ്റെ അടുത്ത് പറയാതെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എൻ്റെ അമ്മ അച്ഛനും മരിച്ച ശേഷം എൻ്റെ അനിയൻ്റെ ഫീസ് വീട്ടിലെ കാര്യങ്ങളെല്ലാം എൻ്റെ തലയിലായി, അപ്പോൾ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ പെട്ടെന്ന് ചെയ്യേണ്ടിയെന്ന കാര്യമാണ്. പിന്നെ ആരായാലും അയാൾ സ്നേഹിക്കുന്ന ആളുടെ മുന്നിൽ മോശക്കാരനാവണമെന്ന് ആഗ്രഹിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് എൻ്റെ ഈ സംഭവങ്ങൾ ഞാൻ നിന്നോട് പറയാതിരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ കാർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ആ സമയം ബൈസൺ ഈ കാർ നീ മോഷ്ടിക്കാൻ പോകണമെന്ന് വെച്ചപ്പോൾ ഇല്ല ഞാൻ കാർ മോഷണമൊക്കെ നേരത്തെ നിർത്തിയതാ, ഞാനാണെങ്കിൽ മോഷ്ടിക്കുന്ന ടൈമിൽ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് മിക്ക ആൾക്കാരുടെയും സീക്രട്സ് അവരുടെ കാറിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ കാറ് നരിച്ച് പറക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കാറ് നോക്കുന്ന ടൈമിന് ഇവർക്കാണെങ്കിൽ ഈ ടീച്ചറും പിന്നെ മറ്റൊരു പയ്യനും കൂടെ ഇങ്ങനെ കപ്പിളായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ടീച്ചർമാർ കാണുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസിനെല്ലാം ഗേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇയാൾ ഒരു ഗേ ആണ്, എന്നിട്ടാണ് ഇയാളൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്ന്. അങ്ങനെ ഈ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നേരെ ഈ ടീച്ചർ ഇപ്പോൾ വാഷ്റൂമിൽ നിൽക്കുന്ന ടൈമിന് ഇവരങ്ങോട്ടേ ചെല്ലാണ്. അങ്ങനെ
ഇവരെ കണ്ടിട്ട് നിങ്ങളൊക്കെ ആരാന്ന് വെച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ പുതിയ വർക്കറാണ്, ഞാൻ ഇവിടുത്തെ പുതിയ PT ടീച്ചറാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സ്വയം പരിചയപ്പെടുത്തുവാണ്. അതേ ടൈമിന് ഇത് കേട്ടോണ്ടിരുന്ന ആ ഒരു സാറാണെങ്കിൽ ആക്ച്വലി ആ സ്കൂളിലെ PT ടീച്ചറായിരുന്നു. അങ്ങനെ ബൈസൺ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഞാനാണ് ഇവിടുത്തെ PT ടീച്ചർ, നീയല്ല, നീയൊക്കെ ഇവിടെ നിന്ന് കയറി വന്നതാണ്, ഞാനിപ്പോൾ സെക്യൂരിറ്റീനെ വിളിക്കുന്ന പറഞ്ഞിട്ട് ഇയാൾ പോകാൻ നിന്നത് നമ്മുടെ കാണ്ട ആ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. ആ സമയം അയാൾക്ക് മനസ്സിലായി ദൈവമേ അയാൾ ഗേ ആണെന്നുള്ള കാര്യം ഇവിടെ ഉള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പണിയാവുന്നു. അയാൾ അതുകൊണ്ട് തന്നെ സീക്രട്ടായിട്ട് കൊണ്ടുനടന്ന ഒരു കാര്യമായിരുന്നു ഇത്. അങ്ങനെ ഇപ്പോൾ അവരുടെ കയ്യിൽ ആ ഫോട്ടോ ഇരിക്കുന്ന കണ്ടിട്ട് ഇയാൾ പേടിച്ചിട്ട് പ്ലീസ് ആ ഫോട്ടോ ഇനി തിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമൊക്കെ പതുക്കെ പറയുന്നെങ്കിൽ പിന്നെ ഇവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് ഇയാൾ അടിച്ച് താഴെ ഇടുന്നുണ്ട്. ആ സമയമാണ് നമ്മുടെ കാണ്ട് പറയുന്നത് ഞാൻ ബേബിയുടെ ചേട്ടനാണ്, ഇനി മേലെ എൻ്റെ അനിയൻ ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കി പോരെന്ന് പറഞ്ഞപ്പോൾ അയാളാണെങ്കിൽ ഇല്ലല്ലോ ഒരിക്കലും കളിയാക്കത്തില്ല, പിന്നെ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സാണോ, കാണാൻ നല്ല രസമുണ്ട്, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ കാണ്ട് ഞങ്ങളെപ്പോലെയോ, നീ എന്ന് പറഞ്ഞാൽ സ്വന്തം ആ ഒരു ജെൻഡറിനെ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ട് അതേപോലെയുള്ള മറ്റു പിള്ളേർ കളിയാക്കാൻ ഒരു വൃത്തികെട്ടവനാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ 1-2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മുടെ കാണ്ട് ബൈസൺ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഫഡേലാണെങ്കിൽ ഒരുപാട് പേര് അവിടെ വിഷമമൊക്കെ പറയാനായിട്ട് വന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പോഴും വന്നിരിക്കുന്നതാണ്. ആ സമയം ഒരു പയ്യൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് കുറേ വർഷമായിട്ട് ഞാനുമായിട്ട് റിലേഷനിലായിരുന്നു, എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അവന് എൻ്റെ അടുത്ത് ഇപ്പോൾ ലവ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇട്ടിട്ട് പോയി. അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ ഇപ്പോൾ അടുത്തായിട്ട് മരിച്ചു, അതോടെ എൻ്റെ അമ്മയും ഒരുമാതിരി ആയിപ്പോയി, എനിക്കെല്ലാം കൂടെ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പയ്യൻ വിഷമിച്ച് കരയാണ്. അതേ ടൈമിൽ നമ്മുടെ ഫഡേൽ ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ആ സമയം കറക്റ്റ് നമ്മുടെ സ്റ്റൈൽ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റൈലിനെ കണ്ടപ്പോഴേ ഫഡലാണെങ്കിൽ ദൈവമേ തീർന്നു എന്നും പറഞ്ഞിരിപ്പുണ്ട്. അതേസമയം അന്ന് നമ്മുടെ സ്റ്റൈൽ വന്നപ്പോൾ അവൻ്റെ പട്ടി മരിച്ചുപോയ കഥയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റൈലിനെ കണ്ടതും അവിടെ ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന ആളാണെങ്കിൽ നീ അന്ന് വന്ന ആ ഒരു പയ്യനല്ലേ, നീ ഇപ്പോൾ പുതിയ പട്ടിക്കുട്ടീനെയൊക്കെ വാങ്ങിച്ചു എന്ന് വെച്ചപ്പോൾ ഇല്ല ഞാനിപ്പോൾ അക്കാര്യം പറയാനല്ല വന്നത്, അതിനേക്കാളും വലിയൊരു സംഭവം ഒരുത്തൻ എന്നെ പറ്റിച്ചിട്ട് പോയി, നിങ്ങൾക്ക് ആ പറ്റിച്ചതിൻ്റെ വേദന എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു, എന്നാൽ എല്ലാം കഴിഞ്ഞപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെന്നെ ഇട്ടിട്ട് പോയി കളഞ്ഞു, ആ വേദനയും താങ്ങാൻ പറ്റാത്തതാണെന്ന് പറയുന്നുണ്ട്. ഇതേസമയം നേരത്തെ കഥ പറയാൻ കരഞ്ഞുകൊണ്ടിരുന്ന പയ്യനും അതുപോലെ തന്നെ എൻ്റെ ബോയ് ഫ്രണ്ടും എന്നെ ഇട്ടിട്ട് പോയത് ഇതുപോലെയുള്ള എല്ലാവന്മാരും കഷ്ടപ്പെടാനുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മൾ ഫഡേലിനെ മനസ്സിലാകുന്നുണ്ട് സ്റ്റൈൽ ഇപ്പോൾ ഫഡേലിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഫഡേൽ സ്റ്റൈലിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് വേറെ എടുത്തിട്ട് മാറി നിന്നിട്ട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കിയാണ്. ആ സമയം സ്റ്റൈൽ നീ എന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നീ എന്നെ ഇട്ടിട്ട് പോവാണെന്ന് വെച്ചപ്പോൾ അതിന് നീ എന്താ പ്രഗ്നൻ്റ് എല്ലാം ആയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ പ്രഗ്നൻ്റ് ആയെന്നാണ് തോന്നുന്നത്, കാരണം രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴേക്കും വൊമിറ്റ് ചെയ്യാറുണ്ട്, എനിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫഡേലാണെങ്കിൽ നിനക്ക് ശരിക്കും എന്താ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൈലിനെ വലിച്ചുകൊണ്ട് പോവാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ചോദിച്ചപ്പോൾ നിൻ്റെ വാ അടച്ച് വയ്ക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് നോക്കിയാണ് നമ്മുടെ സ്റ്റൈൽ. അതിനുശേഷം പിന്നീട് നമ്മുടെ കാണ്ടിനെയും ബൈസനെയാണ് അവരിപ്പോൾ ഒരിടത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മുടെ കാണ്ടും ബൈസനും ഇന്ന് രാവിലെ നമ്മുടെ കാണ്ടിൻ്റെ അനിയന് വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവരായിട്ടൊരു പരസ്പരം ഹീറോ ഒക്കെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആ സമയം നമ്മുടെ ബൈസനും അതെ ഇനിയിപ്പോൾ ഈ ഹീറോയ്ക്ക് അവൻ്റെ കൂടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവുമെന്ന് പറയാണ്. ആ സമയം അത് കേട്ട് കാണ്ട് നീ എന്താ പറയുന്നത് വെച്ചപ്പോൾ നിനക്ക് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ, അത് ഞാൻ ഇപ്പോൾ സാധിച്ച് തന്നേക്കാണെന്ന് നമ്മുടെ ബൈസൺ പറയാണ്. ആ സമയം ഇതായിട്ട് നമ്മുടെ കാണ്ട് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് ബൈസൻ്റെ ഫഡേലിൻ്റെ കയ്യിൽ അവരുടെ കടയുടെ പേരൊക്കെ വന്നിട്ടൊരു ബാഡ്ജ് പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് മുമ്പ് എപ്പോഴും കാണ്ട് തനിക്കും അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ബൈസൺ കാണ്ടിൻ്റെ കൊടുക്കുകയാണ്. എന്നാൽ കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ 100% വിശ്വസിച്ചോട്ടെ, നീ എൻ്റെ ഒന്നും ഒളിപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം കണ്ട് ഇല്ല ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ ബൈസനാണെങ്കിൽ ഓക്കെ ഇനി നീ എന്നെ പൊന്നു വരെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാഡ്ജൊക്കെ വെച്ച് കൊടുത്തിട്ട് അവർ കുറച്ച് റൊമാൻറ്റിക് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സ്റ്റൈലിനെ ഇപ്പോൾ ഫഡേൽ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് വരാണ്. അത് ഏതൊരു കാട് പോലുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മുടെ ഫഡേൽ ഒന്നും പറയാതെ നടന്നങ്ങ് പോവാണ്. ആ സമയം സ്റ്റൈൽ ഫഡേൽ വേറെ അങ്ങോട്ട് പോയതാന്ന് നേരിട്ട് വണ്ടിയിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഫഡേൽ നീ എവിടെ പോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാൽ ഫഡേൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ സ്റ്റൈലിന് പേടിയാവുന്നു, അവിടെ ഫുൾ ഇരുട്ടായതുകൊണ്ട് തന്നെ. അങ്ങനെ സ്റ്റൈൽ ഫഡേൽ നീ എവിടെയാന്ന് വെച്ചിട്ട് നമ്മുടെ ഫഡേൽ പോയി അതേ വഴിക്ക് പോവാണ്. ആ സമയം അതേതോ ബിൽഡിംഗ് എന്തോ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ സ്റ്റൈൽ ഫഡേൽ നീ എവിടെയാ, എനിക്ക് നിന്നെ പേടിയില്ല ഇരുട്ട് പേടിയില്ല, പക്ഷേ എനിക്ക് പ്രേതത്തിനെ ഭയങ്കര പേടിയാണ്, നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ നിൻ്റെ കാർ എടുത്ത് ഞാൻ വീട്ടിൽ പോയി കളയും, ഇപ്പോൾ ഇത് ഒരുപാട് ലേറ്റായി, നീ ഇത് എവിടെയാണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം എത്ര വിളിച്ച് കാണുന്നുണ്ട് ഫഡേലിനെ കാണുന്നില്ല. ആ ടൈമിന് കറക്റ്റ് നമ്മുടെ ഫഡേൽ സ്റ്റൈലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് എനിക്ക് ഈ ഫീലിംഗ് തീരെ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് നീ രാവിലെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതും കടയിൽ വെച്ച് കാണുന്നതും ഒന്നും തന്നെ എനിക്കിഷ്ടമല്ല, നീ എൻ്റെ മുന്നിൽ വരുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിന്നെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, ആ ഫീലിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് പെട്ടെന്ന് നമ്മുടെ സ്റ്റൈൽ ഫഡേലിനെ കിസ് ചെയ്യാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് ലവ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ട്
അവരവിടെ വെച്ച് കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാണ്ട് അവൻ്റെ ബ്രദറിന് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് നീ ഇത് കഴിക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അനിയനാണെങ്കിൽ നീ ഇന്ന് സ്കൂളിൽ പോയ കാര്യം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് കാണ്ടാണെങ്കിൽ നിന്നെ അടിച്ചവരെയൊക്കെ ഞാൻ വെറുതെ ഇടും നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്തുണ്ടെങ്കിലും നീ എന്നോട് തുറന്നു പറഞ്ഞാൽ ഞാൻ നിൻ്റെ ചേട്ടനല്ലേ, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിന്നെ നന്നായിട്ട് കെയർ ചെയ്യാത്തതിന് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അനിയൻ അങ്ങനെയൊന്നുമില്ല, ചേട്ടനെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കാണ്ട് കുളിക്കുന്നതാണ്. അങ്ങനെ കുളിച്ച് കഴിയുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ക്യാപ്റ്റൻ ഇവന് നമ്മുടെ ബൈസനെയും ഫഡേനെയും കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം, അവരെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വർക്ക് കൊടുത്തതും. പിന്നെ ഇപ്പോൾ നമ്മുടെ ബൈസനാണെങ്കിൽ ഇവനെ വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും, എന്നെ ഇനി പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ കാര്യം എല്ലാം കാണ്ടിപ്പോൾ ആലോചിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം സ്റ്റൈലാണ് ഈ കാണ്ടിൻ്റെ അടുത്തോട്ട് വന്നിട്ട് നിൻ്റെ അച്ഛൻ്റെ കാറ് എനിക്ക് എപ്പോൾ തരുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം കാണ്ട് നീയാണെങ്കിൽ ഫഡേലെ വളച്ചാലല്ലേ ഞാൻ നിനക്ക് തരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഓൾറെഡി വളച്ചു, അതുകൊണ്ടല്ലെങ്കിൽ അത് വാങ്ങാൻ വന്നതെന്ന് പറയാണ്. ആ ടൈമിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ ഇൻറ്റിമേറ്റ് ആയതിനു ശേഷം നമ്മുടെ ഫഡേലും സ്റ്റൈലും കൂടെ എടുത്ത് നമ്മുടെ ഫഡേലിൻ്റെ കാറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആ സമയം സ്റ്റൈൽ ഇപ്പം തന്നെ നമ്മൾ 2 പ്രാവശ്യം ഇൻറ്റിമേറ്റ് ആയി, അപ്പോൾ ഞാൻ നിനക്ക് ആരാന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ഫഡേൽ ആരാവാൻ, കുറേ ആൾക്കാർ ഇഷ്ടംപോലെ പ്രാവശ്യം ചെയ്താലും ജസ്റ്റ് ആരും അല്ലാത്ത പോലെ നിൽക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആൾക്കാരെ പോലെയല്ല, ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് ആവണമെന്ന് പറയാണ്. ആ സമയം ഫഡേൽ പക്ഷേ എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ വേണമെന്ന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്റ്റൈലാണെങ്കിൽ പക്ഷേ ഇത്രയും ഹോട്ട് ലുക്കൊക്കെ അല്ല, എന്നെ നിനക്ക് ബോയ് ഫ്രണ്ടായിട്ട് വേണ്ടേ? ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നീ നേരത്തെ പറഞ്ഞില്ലേ നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്, അതുപോലെ തന്നെ ഞാനും നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് നിൻ്റെ ബോയ് ഫ്രണ്ട് ആവണമെന്നുണ്ട്, എനിക്ക് ഒരൊറ്റ ചാൻസ് തരാൻ പറയാണ്. അങ്ങനെ ഫഡേൽ നമ്മുടെ സ്റ്റൈലിൽ ചാൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റൈൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവനെ വളച്ചെടുത്തു എന്ന് പറയാണ്. ആ സമയം കാണുന്നുണ്ട് എനിക്ക് ആക്ച്വലി നിൻ്റെ അടുത്ത് അവരെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് സീൻ കട്ടായിട്ട് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫഡേലിനും ബൈസനും അവരുടെ അമ്മ ഒരാളെ കൊല്ലണമെന്ന് പറഞ്ഞ് ഇവർക്ക് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളുടെ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഡ്രിങ്ക്സിൽ എന്തൊക്കെയോ കലക്കി കൊടുത്ത് അവരുടെ ബോധമൊക്കെ കിടത്തിയിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ എടുത്തത്. ഇപ്പോൾ അവരുടെ ആ ഒരു ഓഫീസിലേക്ക് ഇവർ തന്നെ തീ ഇങ്ങനെ ഇട്ടിട്ട് അവിടെ തീപിടുത്തം ഉണ്ടായെന്നുള്ള രീതിയിൽ അവിടെയുള്ള എല്ലാവരും ഒട്ടിച്ച് വിട്ടിട്ട് ഇവർ അവിടെ തീ അണയ്ക്കാൻ വന്ന ആൾക്കാരുടെ കോസ്റ്റ്യൂമിൽ അങ്ങോട്ടേക്ക് കയറി പറ്റുവാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവരവിടെ ഫുള്ളിങ്ങനെ അരിച്ച് പറക്കുന്നുണ്ട്. ആ ടൈമിന് ബൈസനാണെങ്കിൽ ഞാനും കാണ്ടു ഇപ്പോൾ ഡേറ്റിംഗ് ആണെന്ന് പറയാണ്. ഇത് കേട്ടോടനെ നമ്മുടെ ഫഡേലാണെങ്കിൽ നിൻ്റെ അടുത്ത് അവൻ്റെ കാര്യം കൈകാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ബൈസൺ ഞാൻ അവനെക്കുറിച്ച് ശരിക്കും ആലോചിച്ചു, മുമ്പ് അവൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് മോഷണമൊക്കെ നടത്തിയത്, എന്നാൽ ഇപ്പോൾ അതൊക്കെ വിട്ടു, അവൻ നല്ലവനാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഫഡേലിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം കാണ്ടാണെങ്കിൽ അല്ല നിൻ്റെ സ്റ്റൈലിറ്റിയ കാര്യം എന്തായെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുകയാണ്. അതിനുശേഷം ആ ഒരു കൊല്ലണമെന്ന് പറഞ്ഞ അയാളുടെ റൂമിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് നോക്കുന്ന സമയത്ത് ഒരു ലോക്കർ ഉണ്ടായിരുന്നു ആ ഡെസ്കിൻ്റെ അടിയിലായിട്ട്. അങ്ങനെ അവർ ആ ലോക്കർ ഓപ്പൺ ചെയ്യുന്ന ടൈമിന് അവർക്കൊരു ഫയൽ കിട്ടുകയാണ്. ഫയലെടുത്ത് നോക്കിയതും ഫഡേലിൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് ഇരിക്കുന്നൊരു ഫോട്ടോ ഇരിക്കുവാണ്. അത് കണ്ടത് നമ്മുടെ ഫഡേലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നുണ്ട്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ഫഡേലിൻ്റെ അമ്മയും അച്ഛനും മരിച്ച് കിടക്കുമ്പോൾ അത് കണ്ടിട്ട് ഇവൻ പേടിച്ച് കട്ടിലിൻ്റെ അടിയിൽ കയറിയിരിക്കുന്ന ഒരു സീൻ ജസ്റ്റ് ഒരു മിന്നായം പോലെ കാണിച്ച് പോവുകയാണ്. അങ്ങനെ അത് കണ്ടിട്ട് അവനാണെങ്കിൽ നമ്മുടെ ബൈസൻ്റെ അടുത്ത് എൻ്റെ പാരൻസാണ് ഇതെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം, അതായത് ഇവർ അമ്മ എന്ന് വിളിച്ച് നടക്കുന്ന ആ ഒരു ലേഡി ഇവർ ശരിക്കുള്ള അമ്മയല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ കഥയുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അങ്ങനെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ ഇരിക്കുന്നിട്ട് നമ്മുടെ ബൈസൺ അത് വാങ്ങിച്ചു നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന ടൈമിലാണ് ആ ഫോട്ടോയുടെ പുറകിൽ മറ്റൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ബൈസൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ബൈസണും ഫഡേലും ശരിക്കും ബ്രദേഴ്സ് അല്ല, അതുപോലെ തന്നെ അവർ അമ്മ എന്ന് വിളിക്കുന്ന ലേഡി അവരുടെ അമ്മയും അല്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ പാരൻസിൻ്റെ ഫോട്ടോ കൊണ്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ആ സമയം വേറെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ നമ്മുടെ ബൈസൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ മരിച്ചു കിടക്കുവാണ്. അത് കണ്ടിട്ട് നമ്മുടെ ബൈസൺ ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെ ഈ 2 ഫ്ലാഷ് ബാക്ക് കാണിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബൈസണും ഫഡേലും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇവരിപ്പോൾ കൊല്ലണമെന്ന് കരുതിയിരിക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കും ഒരുപക്ഷെ അവരുടെ പാരൻസിനെ കൊന്നു കളഞ്ഞത്. ഇല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസ് സംഭവങ്ങളൊന്നും ഇയാളുടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ, അതും അയാൾ ലോക്കർ റൂമിൻ്റെ അത് വച്ചേക്കത്തില്ലല്ലോ എന്നൊരിത് ഇവർക്ക് വരുവാണ്. ഇവരാണെങ്കിൽ ഇവരുടെ പാരൻസിൻ്റെ കാര്യം ഓർത്ത് നല്ല സങ്കടം വന്നിരിക്കുന്നുമുണ്ട്. അതിനുശേഷം കാണ്ടിനെയും സ്റ്റൈലിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബൈസണും ഫഡേലും ശരിക്കും ആരാണ് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നല്ല നമ്മുടെ കാണ്ട് പറഞ്ഞു കഴിഞ്ഞു. അതിന് ഇതിട്ട് സ്റ്റൈല് എടാ നീ ഒരു കൊല്ലാൻ കൊടുത്തതാണല്ലോ, അപ്പോൾ ഇതുപോലെ ആൾക്കാരെ കൊല്ലുന്ന ഒരു തന്നെയാണല്ലോ ഇങ്ങനെ വളയ്ക്കാൻ നടന്നത്, ചുമ്മാ അല്ല. അവനെ കണ്ടപ്പോഴേ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് വൈ ഞാൻ ഈ പരിപാടി നിർത്താൻ പോകണമെന്ന് പറഞ്ഞതും കാണ്ട് നിർത്തരുത്, നമ്മളോട് പോലീസുകാരുണ്ട്, നിർത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഫഡേലിന് ഡൗട്ട് വരും, അവൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാണ്. ആ സമയം സ്റ്റൈല് അവൻ കണ്ടുപിടിച്ചാലും എൻ്റെ മരണം ഉറപ്പായി, എനിക്ക് പേടിയാവുമെന്ന് പറഞ്ഞപ്പോൾ കാണ്ട് എനിക്ക് തന്നേക്കുന്ന വർക്ക് തീർക്കുന്നവരെ നമുക്ക് പിടിച്ചിരിക്കാം, അത് കഴിഞ്ഞാൽ അവരെ രണ്ടിനെയും പോലീസ് അറസ്റ്റ് ചെയ്യും, പിന്നെ നമ്മൾ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ സ്റ്റൈലാണെങ്കിൽ എന്തായാലും തുടങ്ങി വെച്ചു, എന്തായാലും തീർത്തേക്കാന്ന് എഴുതിയിട്ട് ഓക്കെ ഞാൻ റെഡിയാണെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന സ്റ്റൈലാണെങ്കിൽ ജിമ്മി വന്നിരിക്കുന്നതാണ്. എന്നാൽ ഇവൻ്റെ മനസ്സിൽ നമ്മുടെ ഫടയിൽ ആരാന്ന് മനസ്സിലായിട്ട് തന്നെ ഇവൻ ഫുൾ ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുകയാണ്. അതിനുശേഷം പേടിയൊക്കെ മാറ്റിയിട്ട് ഇവ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് ഫടയിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാണ്. എന്നാൽ നമ്മുടെ സ്റ്റൈൽ പേടിച്ചിട്ട് എക്സസൈസ് ചെയ്യാൻ നിർത്താൻ പോകുന്നുണ്ട്. എന്നാൽ ഫടയിലാണെങ്കിൽ കുറച്ച് നേരം കൂടെ ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാണ്. അതിനുശേഷം സ്റ്റൈൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഫടയിൽ കുറച്ചൊന്ന് റൊമാൻറ്റിക്കായിട്ട് നമുക്കൊന്നുകൂടെ അതൊക്കെ ചെയ്താലോ, ഇതിനു മുമ്പേ ചെയ്തേക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ സ്റ്റൈൽ എന്തോ നീ എനിക്ക് പോകുന്ന നേരം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന ടൈമിന് നമ്മുടെ ഫടയിൽ അങ്ങോട്ടേക്ക് നിന്ന് ടവലിട്ട് അവൻ്റെ മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റൈൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന കാണ്ടിനെയാണ്. കാണ്ടിപ്പോൾ ആർക്കോ ഒരാൾക്ക് ടാറ്റു ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അയാൾ പോയതും മറ്റൊരു പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് നേരത്തെ ചെയ്ത ടാറ്റു ഒന്നും കൂടെ ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കാണ്ട് നോക്കിയപ്പോഴാണ് അത് ജെയിംസ് എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. ഇവൻ നമ്മുടെ കാണ്ടിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് എന്തോ ആണ്. അപ്പോൾ നമ്മുടെ ജെയിംസ് വന്നേക്കും നമ്മുടെ കാണ്ടിൻ്റെ പേര് തന്നെ ഇവൻ ടാറ്റു എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടാറ്റു ഒന്നുകൂടെ കുറച്ച് ഡാർക്കനായിട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ കാണ്ട് ഇവനെ കണ്ടിട്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നിൻ്റെ ആ ടാറ്റു ഒന്നുകൂടെ ചെയ്യാനാണ്, എന്നല്ലേ എനിക്ക് നീയുമായിട്ടെല്ലാം ഒന്നും ചെയ്തു തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ആ സമയം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ കാണ്ടാണെങ്കിൽ നീ പോകാൻ നോക്ക്, എനിക്ക് വേറെ വർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ ഡേറ്റിന് പോവുകയാണോ, ബൈസിൻ്റെ കൂടെയാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം കാണ്ട് നീ പോയി നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ ദേഹത്തുള്ള എല്ലാ ടാറ്റും ഡാർക്കും ചെയ്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ ഇവൻ്റെ ചെവിയുടെ പുറകിൽ നമ്മുടെ കാണ്ടിൻ്റെ പേരായിട്ടുള്ള കെ എന്നുള്ള ലെറ്റർ ടാറ്റു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ അത് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്, നീ എൻ്റെ കൂടെ ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം കാണ്ട് നിനക്കിതൊന്ന് നിർത്തിക്കൂട്ട്, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ നിർത്തും, എനിക്കത് മറക്കാൻ പറ്റുന്ന സംഭവമൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. ആ സമയമാണ് കറക്റ്റ് ബൈസൺ കയറി വരുന്നത്. ബൈസൺ ജെയിംസിനെ കണ്ടെന്നുള്ള സംഭവം വന്നപ്പോഴേ നമ്മുടെ കാണ്ടിനാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. ആ സമയം ജെയിംസ് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ്. എന്നാൽ ജെയിംസ് പോകുന്ന ടൈമിൽ നമ്മുടെ കാണ്ടിൻ്റെ പേരിലെ ഫസ്റ്റ് ലെറ്റർ കെ എന്നുള്ള ടാറ്റു നമ്മുടെ ജെയിംസിൻ്റെ ചെവിയുടെ പേരിലുള്ള നമ്മുടെ ബൈസൺ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ബൈസൺ വന്നിട്ട് അത് ആരാന്ന് വെച്ചപ്പോൾ എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബൈസൺ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കാണ്ട് മുമ്പ് ഞങ്ങൾ റിലേഷനിലായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പറയാണ്. ആ സമയം ബൈസൺ നല്ല ദേഷ്യം വന്നിക്കാണ്. അങ്ങനെ നമ്മുടെ കാണ്ട് ബൈസൻ്റെ അടുത്ത് പോയി അവനെ ഹഗ് ചെയ്തിട്ട് ഞാൻ നിൻ്റെ കാര്യത്തിൽ മാത്രമാണ് സീരിയസ് ആയിട്ടുള്ളത്, ഞാൻ അവന് തമ്മിൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ എങ്കിൽ നിനക്ക് തന്നെ കൊള്ളാം, ഞാൻ എന്തായാലും ഈ ബർഗർ നിനക്ക് തരാമെന്നത്, ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ബൈസൺ നീ ഇന്ന് നിൽക്കുന്നില്ലേന്ന് വെച്ചപ്പോൾ ഇല്ല എൻ്റെ മൂഡ് പോയി, അതുകൊണ്ട് നീ ബർഗർ കഴിക്കും, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം കണ്ട് ബർഗർ തന്നതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട് ബൈസൺ. അപ്പോൾ ഇനി ആരെയും ദേഹത്ത് നിൻ്റെ പേരിൻ്റെ ലെറ്റർ കെ എങ്ങാനും ഞാൻ കണ്ട നിന്നെ ഞാൻ ബർഗറാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോവാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് എൻ്റെ ആവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.